ഇന്നത്തെ കായിക താരങ്ങളിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് ഏഷ്യൻ ഗെയിംസ് താരവും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസ്. അടുത്ത കോമൺവെൽത്ത് ഒളിമ്പിക്സ് മത്സരങ്ങൾ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം കായികമേളകൾ. കായിക താരങ്ങൾക്ക് വേണ്ടി സർക്കാർ കൂടുതൽ തുക ബഡ്ജറ്റിൽ മാറ്റിവെക്കണമെന്നും പത്മിനി തോമസ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഔദ്യോഗികമായിട്ട് ഇന്നിപ്പോൾ മത്സരങ്ങൾ തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ കായിക താരം പത്മിനി തോമസിനൊപ്പമാണ്. അപ്പോൾ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ മത്സരങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് താരം പങ്കുവെക്കുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നമ്മുടെ കായിക താരമെന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കാണുമ്പോൾ, അത് നടക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നാളെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം അത് താങ്കളെപ്പോലെ തന്നെ വാനോളം ഉയർത്താൻ കഴിവുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് പറയട്ടെ, ഒന്നുകൂടി ഓടാൻ തോന്നുന്നുണ്ട്. ഒന്ന് കൊച്ചായിട്ട് ഒന്നുകൂടി ഓടിയാൽ കൊള്ളാമെന്ന് ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ഇന്നത്തെ താരങ്ങളിലുള്ളത്. പക്ഷേ അവരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒഡീഷയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ മത്സരം സ്റ്റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റും. അതിൽ നല്ല കുട്ടികളെയാണ് ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത്. എന്നാൽ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേക സെലക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് നല്ല സ്പോർട്സ് കൗൺസിലൊന്നും നല്ല ഹൈടെക് ഹോസ്റ്റലുകളൊന്നുമില്ല. ഇപ്പോൾ അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് കായിക താരങ്ങളെ പിള്ളേരെ വീട്ടിൽ നിന്ന് കായിക രംഗത്തോട്ട് വിടാനായിട്ടും മടിക്കുന്നുണ്ട്. പക്ഷേ ഈ മത്സരങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഒരുപാട് പുതിയ കായിക താരങ്ങൾ ഇവിടെ ഉത്ഭവിക്കും. നമ്മുടെ മിനി ഒളിമ്പിക്സ് മാതൃകയിലാണ് കായികോത്സവം നടത്തുന്നത്. കൂടാതെ UAE നിന്നുള്ള, കഴിഞ്ഞ തവണ ആൺകുട്ടികൾ മാത്രമാണ് മത്സരത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ 5 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘം എത്തുന്നുണ്ട്. കഴിഞ്ഞ എനിക്കൊന്ന് ഒളിമ്പിക്സിലൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് വനിതാ താരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ മാറണം എന്നുള്ളതല്ലേ? കണിശമായിട്ടും അതൊക്കെ മാറണം. ഇന്നലെ മാർച്ച് ഫസ്റ്റിലും ഈ UAE ടീം ഇറങ്ങിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടക, ഒഡീഷ, ഹരിയാന ഒക്കെ വളരെ മുമ്പിലോട്ട് പോയി കഴിഞ്ഞു. നമുക്കറിയാം, തവണ ജൂനിയറിൽ നമ്മൾ 10-20 വർഷം കൊണ്ട് ചാമ്പ്യനായി നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനം നിൽക്കുന്നത് 3-4 മെഡൽ കൊണ്ട് മാത്രമായിപ്പോയി. അപ്പം നമ്മളത് പഠിക്കണം, എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ബഡ്ജറ്റിൽ കായിക താരങ്ങൾക്ക് കൂടുതൽ തുകകൾ മാറ്റിവെക്കണം. അവരുടെ പ്രോത്സാഹനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ദയർ ചെയ്യണം. അവർക്കുള്ള ജോലികൾ, അപ്പം അങ്ങനെയുള്ള പ്രോത്സാഹനം ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവും എന്നുള്ള ധാരണയിലായിരിക്കും നമ്മൾ കായിക താരങ്ങൾ അവരുടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കേരള ഗവൺമെൻറ്റിന് സാധിക്കണം. എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ടാവും. ഞായറാഴ്ച മാത്രം പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് വരാറില്ല. ഞാൻ സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു കേട്ടോ. എൻ്റെ സമയത്ത് കണ്ണൂർ നടന്ന സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 100-200 റിലേയിൽ ഗോൾഡ് മെഡലോടുകൂടി ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനും കൂടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി ഓടാൻ തോന്നുന്നു എന്ന് പറഞ്ഞത് ശരിക്കും അത് തന്നെ കുട്ടികളൊക്കെ ഓടുമ്പോഴത്തേക്കും ഇന്നത്തെ ആ ട്രാക്കുകളും ഇപ്പോൾ കൊടുക്കുന്ന ആ പ്രോത്സാഹനങ്ങളൊക്കെ. ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും.